അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൂസുഫ് നബി അലൈഹിസ്സലാം ചെറുപ്പം തൊട്ട് വർഷങ്ങളോളം അനുഭവിച്ച പരീക്ഷണങ്ങളും പ്രതിസന്ധികളും കഴിഞ്ഞ് ഒടുവിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വമ്പിച്ച സഹായവും അനുഗ്രഹവുമായി കൊണ്ട് ഈജിപ്തിൻ്റെ അധികാര സ്ഥാനങ്ങളിൽ അദ്ദേഹം അവരോധിക്കപ്പെടുന്നതുവരെയാണ് കഥാവിവരണം എത്തി നിൽക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് ഈജിപ്തിലെ ഭരണാധികാരം നൽകി അനുഗ്രഹിച്ചതുകൊണ്ട് അനുഗ്രഹവും വിജയവും പൂർത്തിയാവുന്നില്ല. യൂസുഫ് നബിക്ക് തൻ്റെ പ്രിയ സഹോദരൻ ബിനിയാമിനെയും പ്രിയപ്പെട്ട മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും തിരികെ കിട്ടി സന്തോഷാവസ്ഥ വരുമ്പോഴാണല്ലോ വിജയവും സന്തോഷവും പൂർത്തിയാവുക. അതുകൂടി സംഭവിക്കാൻ പോകുന്ന കഥയുടെ പുതിയ രംഗത്തേക്കാണ് ഇനി കഥാവിവരണം കടക്കുന്നത്. യൂസുഫ് നബി അലൈഹിസ്സലാം രാജ്യത്തിന്റെ വരുമാനം കൈകാര്യം ചെയ്യുന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തു. രാജാവിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി തുടങ്ങി. വളരെ നല്ല വിളവ് ലഭിച്ച ആദ്യത്തെ 7 കൊല്ലം കഴിഞ്ഞുപോയി. ആ വിളവുകളിൽ കിട്ടിയ വിഭവങ്ങൾ നല്ലൊരു ശതമാനം ക്ഷാമകാലത്തേക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ ക്ഷേമകാലം കഴിഞ്ഞു, ക്ഷാമകാലത്തേക്ക് പ്രവേശിച്ചു. ഈജിപ്തിൽ മാത്രമല്ല വരൾച്ചയും ക്ഷാമവും ഉണ്ടായത്. പരിസര രാജ്യങ്ങളിലും പലസ്തീൻ അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെയും കടുത്ത ക്ഷാമം കൊണ്ട് ജനങ്ങൾ വറുതിയിലായി. യൂസുഫ് നബിയുടെ നിർദ്ദേശമനുസരിച്ച് ഈജിപ്തിലെ ജനങ്ങൾ പൊതുവെയും ഗവൺമെൻറ് സംവിധാനങ്ങൾ പ്രത്യേകിച്ചും ഭക്ഷ്യധാന്യങ്ങളും വിഭവങ്ങളും പ്രത്യേകമായി ശേഖരിച്ചു വെച്ചിരുന്നു. ഈജിപ്തിലുള്ളവർ മാത്രമല്ല, വിവിധ രാജ്യങ്ങളിലുള്ളവർ ഈജിപ്തിൽ യൂസുഫ് നബി ഏർപ്പെടുത്തിയ റേഷൻ സമ്പ്രദായത്തിലൂടെ വിഭവങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ഈജിപ്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അക്കൂട്ടത്തിൽ ഫലസ്തീനിൽ നിന്ന് വന്ന യൂസുഫ് നബിയുടെ സഹോദരങ്ങളും ഉണ്ടായിരുന്നു. ബിന്യാമീൻ ഒഴിച്ച് ബാക്കി എല്ലാ സഹോദരങ്ങളും ഉണ്ടായിരുന്നു. അവരെ കണ്ട മാത്രയിൽ തന്നെ യൂസുഫ് നബിക്ക് അവരെ മനസ്സിലായി. എന്നാൽ ചെറുപ്പത്തിൽ ഏതാണ്ട് 20-ലധികം വർഷങ്ങൾക്ക് മുമ്പ് 17-18 വയസ്സിൽ തങ്ങൾ കിണറ്റിലെറിഞ്ഞ തങ്ങളുടെ സഹോദരൻ യൂസുഫാണ് തങ്ങളുടെ മുമ്പിൽ ഈജിപ്തിലെ ഉന്നത ഭരണാധികാരിയായി നിൽക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. യൂസുഫ് നബി താൻ ആരാണെന്ന് വെളിപ്പെടുത്തിയതുമില്ല. അവർക്ക് വേണ്ട റേഷൻ വിഹിതം അവരുടെ കുടുംബാംഗങ്ങളുടെ കണക്കനുസരിച്ച് വീതിച്ചു നൽകി. റേഷൻ കാർഡിൽ ചേർക്കാൻ അവർ കുടുംബാംഗങ്ങളുടെ പേര് യൂസുഫ് നബിക്ക് നൽകിയത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ 12 സഹോദരന്മാരും ഒരു പിതാവും ഒരു മാതാവുമാണ്. അതിൽ ഒരു സഹോദരൻ, യൂസുഫ് എന്ന പേരുള്ള ഒരു സഹോദരൻ മരിച്ചുപോയി. ബാക്കി 11 സഹോദരന്മാരും ഒരു മാതാവും ഒരു പിതാവും. മാതാപിതാക്കൾ പ്രായമുള്ളവരായതുകൊണ്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. ഇതനുസരിച്ച് യൂസുഫ് നബി അവർക്ക് ഇപ്രാവശ്യം റേഷൻ കൃത്യമായി നൽകിയെങ്കിലും ഇനി വരുമ്പോൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സഹോദരനെ കൂടി കൂട്ടിക്കൊണ്ടുവരണമെന്നും മാതാപിതാക്കൾ വീട്ടിലിരിക്കുന്നത് അനുവദിക്കാം, എന്നാൽ സഹോദരൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഇനി വരുമ്പോൾ നിങ്ങൾക്ക് റേഷനായി ഒന്നും തരില്ലെന്നും യൂസുഫ് നബി അവരോട് പറഞ്ഞു. തൻ്റെ നേർ സഹോദരൻ പ്രിയപ്പെട്ട ബിന്യാമിനെ കാണാനും കൂടെ കൂട്ടാനുമുള്ള ആഗ്രഹമായിരുന്നു യൂസുഫ് നബിയുടെ ഉള്ളിൽ. കഥാവിവരണത്തിൻ്റെ ഇക്കാര്യങ്ങളാണ് ഇന്ന് പഠിക്കുന്ന 58 മുതൽ 60 വരെയുള്ള 3 ആയത്തുകളിൽ പറയുന്നത്. وجاء إخوة يوسف فدخلوا عليه فعرفهم وهم له منكرون ولما جهزهم بجهازهم قال ائتوني بأخ لكم من أبيكم ألا ترون أني أوفي الكيل وأنا خير المنزلين فإن لم تأتوني به فلا كيل لكم عندي ولا تقربون وجاء إخوة يوسف. അങ്ങനെ യൂസുഫ് നബിയുടെ സഹോദരങ്ങൾ വന്നു. വരൾച്ചയുടെ കാലത്ത് ഭക്ഷണ വിഭവങ്ങൾ തേടി യൂസുഫ് നബിയുടെ സഹോദരങ്ങൾ ഈജിപ്തിലെ രാജകൊട്ടാരത്തിൽ എത്തി. ഫദഖലു അലൈഹി, അവർ അദ്ദേഹത്തിന് മുമ്പിൽ ഹാജരായി, അദ്ദേഹത്തിന് മുമ്പിൽ പ്രവേശിച്ചു. അവർ യൂസുഫ് നബിയുള്ള സ്ഥലത്തേക്ക് പ്രവേശിച്ചു. തങ്ങൾക്ക് റേഷൻ ലഭിക്കാനുള്ള തങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാനായി പലരും വരുന്ന കൂട്ടത്തിൽ അവരും യൂസുഫ് നബിക്ക് മുമ്പിൽ ഹാജരായി. ഫഅറഫഹും, അപ്പോൾ തന്നെ അവരെ അദ്ദേഹത്തിന് മനസ്സിലായി. തൻ്റെ സഹോദരന്മാരെ കണ്ട മാത്രയിൽ തന്നെ യൂസുഫ് നബി അവരെ തിരിച്ചറിഞ്ഞു. വഹും ലഹു മുൻകിറൂൻ, എന്നാൽ അവരാകട്ടെ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല. പ്രായവ്യത്യാസത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീര വളർച്ചയിലെ മാറ്റം മാത്രമല്ല അവർ തിരിച്ചറിയാതിരിക്കാനുള്ള കാരണം,
മറിച്ച് തങ്ങൾ കിണറ്റിലെറിഞ്ഞ യൂസുഫ് ഒരിക്കലും ഇത്തരം ഒരു പദവിയിലെത്തുമെന്ന് അവർ പ്രതീക്ഷിക്കുകയില്ലല്ലോ. അവൻ ഒന്നുകിൽ കിണറ്റിൽ മരണപ്പെട്ടു കാണും, ഇനി ആരെങ്കിലും അവനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അടിമപ്പണി ചെയ്ത് നരകിച്ച് ജീവിക്കുന്നുണ്ടാവും എന്നതാണ് അവർ യൂസുഫ് നബിയെക്കുറിച്ച് കരുതിപ്പോന്നത്. അങ്ങനെ യൂസുഫ് നബി അവരുടെ കുടുംബാംഗങ്ങളുടെ കണക്കനുസരിച്ചുകൊണ്ട് അവർക്ക് റേഷൻ ഒരു കുറവും വരുത്താതെ തന്നെ വിതരണം ചെയ്തു. ഫലമ്മ ജഹസഹും ബിജഹാസിഹിം, അങ്ങനെ അവർക്ക് അവരുടെ വിഭവങ്ങൾ ഒരുക്കി കൊടുത്തപ്പോൾ അവർക്കായി നൽകിയ ഭക്ഷ്യധാന്യങ്ങളും മറ്റും ചാക്കിലും മറ്റുമാക്കി അവർക്ക് ഫലസ്തീനിലേക്ക് കൊണ്ടുപോകാൻ തക്ക വിധത്തിൽ തയ്യാറാക്കി കൊടുത്ത് അവർ സാധനങ്ങളുമായി ഒട്ടകപ്പുറത്ത് കയറി യാത്ര പോകാൻ ഒരുങ്ങിയ സന്ദർഭത്തിൽ ഖാല, യൂസുഫ് നബി പറഞ്ഞു, ഇഅ്തൂനി ബി അഖില്ലക്കും മിൻ നബീക്കും, നിങ്ങളുടെ പിതാവിൽ നിന്നുള്ള നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ എൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. യൂസുഫ് നബിയുടെയും ബിന്യാമിൻ്റെയും ഉമ്മയും സഹോദരങ്ങളുടെ ഉമ്മയും ഒന്നല്ല. അതുകൊണ്ടാണ് തൻ്റെ സഹോദരൻ ബിന്യാമിനെ ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങളുടെ പിതാവൊത്ത സഹോദരൻ എന്ന് അവരോട് പറഞ്ഞത്. ഇപ്രാവശ്യത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. അടുത്ത തവണ വരുമ്പോൾ സഹോദരനെ കൊണ്ടുവരിക തന്നെ വേണം. അലാ തറൗന അന്നി ഊഫിൽ കൈല, നിങ്ങൾ കാണുന്നില്ലേ ഞാൻ എത്ര നന്നായിട്ടാണ് അളവ് പൂർത്തീകരിച്ചു തരുന്നത് എന്ന്. വഅന ഖൈറുൽ മുൻസിലീൻ, ഞാൻ നന്നായി ആതിഥേയത്വം നൽകുന്നവനാണെന്നും നിങ്ങൾ കണ്ടില്ലേ. നിങ്ങൾ ആവശ്യപ്പെട്ട റേഷൻ മുഴുവനും ഞാൻ ഒരു കുറവും വരുത്താതെ നിങ്ങളുടെ സഹോദരൻ വരാതെ തന്നെ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് അളന്നു തന്നില്ലേ. പുറത്തു നിന്ന് വന്ന നിങ്ങളോട് എത്ര നന്നായിട്ടാണ് ഞാൻ ആതിഥ്യ മര്യാദ കാണിച്ചതെന്ന് നിങ്ങൾ കണ്ടില്ലേ. എന്നാൽ ഇനി നിങ്ങൾ വരുമ്പോൾ യുവാവായ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സഹോദരനെ കൂടി കൊണ്ടുവരണം. വയസ്സായ മാതാപിതാക്കൾ യാത്ര ചെയ്യാൻ പ്രയാസമാവും എന്നതുകൊണ്ട് അവരുടെ കാര്യം വിടാം. പക്ഷേ യുവാവായ സഹോദരനെ ഇനി വരുമ്പോൾ കൊണ്ടുവന്നില്ലെങ്കിൽ ഫഇല്ലം തഅ്തൂനി ബിഹി, അവനെ നിങ്ങൾ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഫലാ കൈലലക്കും ഇന്ദി, പിന്നെ നിങ്ങൾക്ക് എൻ്റെ അടുക്കൽ അളവുണ്ടായിരിക്കുകയില്ല. സഹോദരനെ കൂടാതെയാണ് അടുത്ത തവണ നിങ്ങൾ വരുന്നതെങ്കിൽ പിന്നെ ഞാൻ നിങ്ങൾക്ക് വിഭവങ്ങളൊന്നും തരില്ല, നിങ്ങൾക്ക് ഒന്നും ലഭിക്കില്ല. വലാ തഖ്റബൂൻ, എൻ്റെ അടുത്തേക്ക് നിങ്ങൾ വരികയും വേണ്ട, അതിനായി എൻ്റെ അടുത്തേക്ക് നിങ്ങൾ വരികയും വേണ്ട. ഇത്രയും ശക്തമായി പറഞ്ഞെങ്കിലേ അവർ ബിന്യാമീനെ അടുത്ത തവണ കൊണ്ടുവരികയുള്ളൂ എന്ന് യൂസുഫ് നബി മനസ്സിലാക്കി കാണും. തുടർന്ന് അവർ അത് സമ്മതിക്കുന്ന കാര്യമാണ് പറയുന്നത്. അത് ഇൻഷാ അല്ലാഹ് നാളെ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.